ടൊവിനോ തോമസ് 2016 സ്റ്റൈൽ. അന്നത്തെ യുവനായകന്മാരിൽ ഒരാളായ ഉണ്ണിമുന്തൻ്റെ മൂവി. വില്ലൻ ക്യാരക്ടറായിട്ട് ടൊവിനോ. അടുത്ത വർഷം 2017 തരംഗം എന്ന മൂവി. ടൊവിനോ നായകൻ, ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ഉണ്ണിമുന്തൻ. അത്രയും പെട്ടെന്നായിരുന്നു ടൊവിനോയുടെ നായകനിലോട്ടുള്ള വളർച്ച. മലയാള ഇൻഡസ്ട്രിയിൽ ചെറിയ ചെറിയ ക്യാരക്ടർ മാത്രം ചെയ്ത് പെട്ടെന്ന് തന്നെ ഏത് രീതിയിലുമുള്ള വേഷം ചെയ്ത് ഇൻഡസ്ട്രിയിൽ തന്നെ മികച്ച യുവനായകന്മാരിൽ ഒരാളാവാൻ സാധിച്ച വ്യക്തി. ആദ്യകാല സിനിമകളിൽ എനിക്ക് ഇദ്ദേഹത്തോട് ഒരു വെറുപ്പായിരുന്നു. കാരണം ഇയാളെ ക്യാരക്ടർ അങ്ങനെയുള്ളവയായിരുന്നു. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലാണ് ഇദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നീട് ABCD റീവാച്ച് ചെയ്യുമ്പോഴാണ് അതിലും മെയിൻ ക്യാരക്ടറായിട്ട് ടൊവിനോ അന്ന് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത്. ഒന്നാം ലോക മഹായുദ്ധം എന്ന സിനിമയിലാണ് ഇദ്ദേഹത്തെ നായകനായിട്ട് ആദ്യമായി കാണുന്നത്. അതൊരു കിടിലൻ സിനിമയായിരുന്നു. പിന്നീട് ഗപ്പി എന്ന സിനിമ ഇറങ്ങുന്നു. തിയേറ്ററിൽ അത് വിജയിച്ചിട്ടില്ലെങ്കിലും പിന്നീട് നല്ല അഭിപ്രായങ്ങൾ വന്ന ഒരു മൂവിയായിരുന്നു. ഗപ്പിക്ക് ശേഷം ടൊവിനോയുടെ ഗ്രാഫ് ഉയരാൻ തുടങ്ങി. ഒരു മെക്സിക്കൻ അപാരത, ഗോദ, തരംഗം, മായാനദി, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള കിടിലൻ സിനിമകൾ വരാൻ തുടങ്ങി. മിന്നൽ മുരളി OTT അല്ല ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പോഴും ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകൾ ടൊവിനോയുടെ പേരിലുണ്ടായിരുന്നു. ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവികളിൽ ഒന്ന് ടൊവിനോയുടെ ലോക ചാപ്റ്റർ 2 ആണ്.